ഓൾ ഇന്ന് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാണ്. മൂത്ത മോൻ അങ്ങനെ ഒരു ഫുഡ് പിരാമിഡ് ഉണ്ടാക്കണം. അതിൻ്റെ ഒരു എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഞാൻ പിരാമിഡ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി 3 സൈഡും ഒരേപോലെ 15 സെൻറ്റിമീറ്ററിൽ അത് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 3 പീസ് കട്ട് ചെയ്ത് ഞാൻ ഗ്ലൂ ഗണ്ണിൽ ഒട്ടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. നെക്സ്റ്റ് ഞാൻ അതിന് ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കുക. മെഡിക്കൽ ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ച് ഒട്ടിച്ച് 3 സൈഡും ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം 3 പേപ്പറും അതുപോലെ തന്നെ 15 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്, ഫെവിക്കോളിൽ ഒട്ടിച്ച്. പിന്നെ അതിൻ്റെ പിക്ചേഴ്സ് ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻസ്, ഫ്രൂട്ട്സ്, അങ്ങനെ ഒരു പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നത്. അത് ഞാൻ അതിൻ്റെ ഓരോരോ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ സൈഡ് ഓരോ ടോപ്പിക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇപ്പോൾ ഒരു സൈഡ് പ്രോട്ടീൻ ആണെങ്കിൽ ഒരു സൈഡ് വെജീസ്, ഒരു സൈഡ് ഫ്രൂട്ട്സ്. അങ്ങനെ ഈ പ്രോജക്റ്റ് ചെയ്യലാണെങ്കിൽ എപ്പോഴും നമ്മൾ കുട്ടിക്കാലം തൊട്ടേ പ്രൊജക്റ്റ് ചെയ്യണം. നമ്മളെ കുട്ടിക്കാലത്തൊന്നും അച്ഛനും അമ്മയും ഇതുപോലൊന്നും ചെയ്തു തരില്ല. നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് അതിനെന്ത് ചെയ്യുമെന്ന് പറയാം, ഓരോ ഗ്രൂപ്പ് തിരിച്ച് 7 പേര് 8 പേര് തിരിച്ച് തരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അതൊരു പ്രോജക്റ്റ് സക്സസ് ആയി വരും. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് എന്തുവാ, ഓരോരുത്തരും ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ തീരെ ചെറുതല്ലേ, അവർക്ക് എങ്ങനെ നോക്കും. ഇതാണ്ട് ഫൈനൽ ടച്ച് ഇതുപോലെയാണ്. ഫൈനലായിട്ട് ഞാനിതെല്ലാം സൈഡിലൊരു ഇതുപോലത്തെ ഒരു ടേപ്പ് വരും, കളർ ടേപ്പ്. നമ്മളെ ബുക്കിൻ്റെ സൈഡിലൊക്കെ ഒട്ടിക്കുന്നതാണിത്. കളർ ടേപ്പ് വെച്ച് ഫുൾ റൗണ്ടിന് ഒട്ടിച്ചിട്ട് ഒന്നും കൂടെ എല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ സ്കെച്ചിൽ പേരൊന്നുകൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഇതുപോലെ കാർഡ്ബോർഡ് ഷീറ്റിൽ ഒന്നുകൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്